എന്നെ കൊല്ലാൻ ശ്രമിച്ചത് വടകര കൺട്രോൾ റൂം CI. വെളിപ്പെടുത്തലുമായി ഷാഫി പറമ്പിൽ. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പേരാമ്പ്രയിൽ താൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ലാത്തികൊണ്ടടിച്ചതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. ശബരിമലയിൽ നടത്തിയ തീവട്ടിക്കൊള്ള മറച്ചുവെക്കാനാണ് CPM ഗൂഢാലോചന നടത്തി പേരാമ്പ്രയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ആക്രമണം നടത്തിയത്. ശബരിമലയിൽ അയ്യന്റെ സ്വർണം ചെമ്പാക്കി മാറ്റിയവരാണ് പേരാമ്പ്രയിൽ കോൺഗ്രസ് ബോംബെറിഞ്ഞതെന്ന കള്ളക്കഥ മെനയുന്നതെന്നും ഷാഫി വാർത്താസമ്മേളനത്തിൽ ഇന്ന് ആരോപിച്ചു. വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് എന്ന പോലീസുകാരനാണ് തന്നെ മർദ്ദിച്ചതെന്ന് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഷാഫി പറഞ്ഞു. തലയിലും മൂക്കിലും അടിച്ച ശേഷം തനിക്ക് നേരെ വീണ്ടും ലാത്തിയോങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പിരിച്ചുവിട്ടതായി പറയപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് തന്നെ മർദ്ദിച്ചത്. ഇയാൾ ഉൾപ്പെടെയുള്ള ചില പോലീസുകാരെ 2023 ജനുവരി 16 സസ്പെൻഡ് ചെയ്തതാണ്. മാഫിയ ബന്ധത്തിന്റെ പേരിലായിരുന്നു അന്നത്തെ സസ്പെൻഷൻ. ഇത് സംബന്ധിച്ച വാർത്ത ജനുവരി 19 വിവിധ മാധ്യമങ്ങളിൽ വന്നിരുന്നു. നിലവിൽ വടകര കൺട്രോൾ റൂം CI ആയ ഇയാളുടെ ചിത്രവും മറ്റു പോലീസ് സൈറ്റിൽ ലഭ്യമല്ല. സസ്പെൻഷനിലായ ശേഷം തിരുവനന്തപുരം വഞ്ചൂരിലെ CPM ഓഫീസിലെ നിത്യസന്ദർശകനായിരുന്നയാളാണ് അഭിലാഷ് ഡേവിഡ് എന്നും ഷാഫി കുറ്റപ്പെടുത്തി. CH നാഗരാജു സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ പോക്സോ കേസ് കൈക്കൂലി മേടിച്ച് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു. പാറ്റൂരിലെ ഗുണ്ടാസംഘങ്ങൾ തമ്മിലുണ്ടായ അടിപിടി കേസ് മധ്യസ്ഥത വഹിച്ച് അട്ടിമറിച്ചതടക്കമുള്ള കുറ്റകൃത്യങ്ങളുടെ പേരിൽ പിരിച്ചുവിടുന്നതിന് മുമ്പായുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നൽകപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ അഭിലാഷ് ഡേവിഡ്. പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് പോലീസും CPM നടത്തിയ വ്യാജ പ്രചാരണങ്ങളുടെ തെളിവ് നൽകും. പോലീസിലെ ചിലർ ബോധപൂർവം പ്രശ്നമുണ്ടാക്കുവാൻ ശ്രമിച്ചുവെന്ന് റൂറൽ SP വെളിപ്പെടുത്തിയിട്ട് പോലും കുറ്റക്കാരനായ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായില്ല. പേരാമ്പ്രയിൽ സംഘർഷം ഒഴിവാക്കുവാനാണ് UDF ശ്രമിച്ചത്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ആക്രമണമുണ്ടായതിന്റെ തുടർദിനങ്ങളിൽ പേരാമ്പ്രയിൽ തന്നെ യോഗം കൂടി ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് CPM നേതാക്കൾ സ്വീകരിച്ചതെന്നും ഷാഫി പറഞ്ഞു. ഷാഫിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക്. ഞാൻ ആദ്യം ഞങ്ങൾ നേരിട്ട പോലീസ് മർദ്ദനത്തിന് ഉൾപ്പെടെ കാരണമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ശബരിമല വിഷയം തന്നെ ആദ്യം പറയാൻ ആഗ്രഹിക്കുക. ഞങ്ങൾ അന്ന് ആ സമയത്ത് അവിടെ പോലീസ് അട്രോസിറ്റി കഴിഞ്ഞ സമയത്ത് അവിടെ പ്രവർത്തകരോടും അവിടെയുള്ള മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതും ആശുപത്രിയിലെത്തി ഒരു വാക്ക് നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതുമെല്ലാം ഇതിൻ്റെ എല്ലാം ബേസിക് റീസൺ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ വാർത്തകളിൽ നിന്നും ചർച്ചകളിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പോലീസ് അറ്റാക്കാണ് ഞങ്ങൾക്കെതിരെ നടന്നത് എന്ന് ഞങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കാൻ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇന്ന് നടത്തുന്ന പത്രസമ്മേളനത്തിൽ ആരാണ് വ്യക്തിപരമായി ആ മർദ്ദനത്തിന് നേതൃത്വം നൽകിയെന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് ശബരിമല വിഷയം തന്നെയാണ്. ഗവൺമെന്റിന് നിൽക്കക്കള്ളിയില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കൊള്ളയ്ക്കാണ് ദേവസ്വം ബോർഡുകളുടെ അറിവോടെ ദേവസ്വം അംഗങ്ങളുടെയും പ്രസിഡന്റുമാരുടെയും അനുമതിയോടെ അവിടുത്തെ ഉദ്യോഗസ്ഥരും കുറെ തട്ടിപ്പുകാരും ചേർന്ന് നടത്തിയത് എന്നുള്ളതിൻ്റെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഇപ്പോഴത്തെ ദേവസ്വത്തിനും അതിൻ്റെ ഗൂഢാലോചനയിലും പങ്കാളിത്തം വരെ അന്വേഷിക്കണമെന്നുള്ള തരത്തിലുള്ള പ്രതികരണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. ഇനി ആ ദേവസ്വം ബോർഡിനെ മാറ്റി നിർത്താൻ ഈ ഗവൺമെന്റ് മടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദേവസ്വം ബോർഡ് കൊണ്ട് ഇതിൻ്റെ പങ്കാളിത്തം അവസാനിക്കുന്നില്ല. മുൻ മന്ത്രിമാർ ഇപ്പോഴത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പലതും മറച്ചു വെക്കാനുള്ളത് കൊണ്ടാണ് കോടതി അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിയിട്ട് പോലും ഇപ്പോഴും ആ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടാൻ, അവരോട് രാജി ആവശ്യപ്പെടാൻ, പിരിച്ചുവിടാൻ സാങ്കേതികമായിട്ട് ഗവൺമെന്റിന് കഴിയുന്നില്ലെങ്കിൽ അവരോട് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്, രാജി ആവശ്യപ്പെടാൻ ഗവൺമെന്റ് മടിക്കുന്നതിന്റെ പിന്നിലെ കാരണം അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിലും ഇതിന്റെ ഗൂഢാലോചന നിൽക്കുന്നില്ല എന്നുള്ള ഭയം തന്നെയാണ്. അപ്പോൾ കട്ടവന്മാർ ദേവസ്വം ബോർഡിലുണ്ട്, കട്ടവന്മാർ സർക്കാരിലുമുണ്ട്, കൊള്ളയിൽ പങ്കുപറ്റിയവരുടെ സർക്കാരാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഈ ദേവസ്വം ബോർഡ് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും അതിൻ്റെ പ്രസിഡന്റും തുടരുന്നത്. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു അയ്യപ്പ ഭക്തൻ കാണുന്നത് പൊന്നയ്യപ്പനെയാണെങ്കിൽ ഈ ഗവൺമെന്റും അതിൻ്റെ പ്രതിനിധികളും ദേവസ്വം ബോർഡും കാണുമ്പോൾ അതിൻ്റെ പൊന്നു മാത്രമാണ് ഇവർ കണ്ടത് എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഉണ്ടായ ഓരോ ഇൻസിഡൻറ്റും നമ്മളോട് പറയാൻ. ഏറ്റവും ഒടുവിൽ തിരുവാഭരണ കമ്മീഷണർ ദക്ഷിണേന്ത്യയിൽ ഒരിടത്തും
ഇത്തരത്തിൽ ഈ പറയുന്ന ജോലി ചെയ്യാൻ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയും ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് 7 ദിവസത്തിനകം അവർക്ക് തന്നെ ഇത് കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉത്തരവിടുന്നതിൻ്റെ കാരണം ഇത് പുറത്തു വരുമെന്നറിഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിലെ തട്ടിപ്പുകൾ മറച്ചു വെക്കാനുള്ള അവസാന ശ്രമം നടത്താനായിരുന്നു എന്നുള്ളതാണ്. കോടതിയുടെ ഇടപെടലോടെ അതും കൂടിയാണ് പൊളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഓർഗനൈസ് ചെയ്ത എന്നുവെച്ചാൽ അയ്യപ്പൻ്റെ പൊന്നുരുക്കി ജീവിക്കാൻ തീരുമാനിച്ച ആളുകൾ അവർ നടത്തുന്ന തട്ടിപ്പിന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അതിൻ്റെ മേലെയുള്ള സർക്കാർ കൂട്ടുനിന്നതിൻ്റെ കഥകളാണ് ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇത് കേരളത്തിലെ വിശ്വാസിയും അവിശ്വാസിയും ക്ഷമിക്കില്ല എന്ന കാര്യത്തിന് സംശയം വേണ്ട. ഇത് വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസിക്കും ക്ഷമിക്കാൻ കഴിയാത്ത പാതകമാണ് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ഗവൺമെൻറ് തുടരുന്നത്. ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഓരോ ഇൻസിഡൻസും ഉണ്ടാക്കുന്നത്. ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് പേരാമ്പ്രയിൽ ഉൾപ്പെടെ ഒരു പ്രൊവോക്കേഷനും ഇല്ലാത്ത തലത്ത് വലിയ തോതിലുള്ള പോലീസ് ബ്രൂട്ടാലിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. ഞാനൊരു കാര്യം പറയാം, ഞാൻ സമരത്തിൽ പങ്കെടുക്കുന്ന ആദ്യമായിട്ടല്ല. എനിക്ക് എൻ്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് എനിക്ക് ഏതാണ്ട് 21 വർഷത്തെ KSU പ്രവർത്തനം നടത്തി, 22 വർഷത്തിലധികം KSU പ്രവർത്തനം നടത്തിയിട്ട് ഒരാളാണ്. അന്നു മുതൽ ഇന്ന് വരെ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ചിലപ്പം ജയിലിൽ പോയിട്ടുണ്ട്, ചിലപ്പം മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ തല ഞാൻ MLA ആയിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയ ഒരു സമരത്തിൽ എൻ്റെ തല ഈ പിണറായി വിജയൻ്റെ പോലീസിനെ തല്ലിപ്പൊളിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം ഇവിടെ അപ്പോൾ എനിക്ക് മർദ്ദനമേറ്റത് അതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം, അതല്ല. ഇതിൻ്റെ റീസണാണ്. ഞങ്ങളെ അങ്ങനെ ഒരു മർദ്ദനത്തിന് അവരെ പ്രൊവോക്ക് ചെയ്തതിൻ്റെ റീസണിലേക്ക് തന്നെയാണ്, അതിൻ്റെ പൊളിറ്റിക്കൽ റീസണിലേക്ക് തന്നെയാണ് ഞങ്ങൾ വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ പ്രവർത്തിച്ചു എന്നാണ് ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇവിടെ എനിക്ക് മർദ്ദനമേറ്റതിൻ്റെ കാര്യം വെച്ച് ഇത് ഒരു സഹപ്രവർത്തകന് ആ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾ കണ്ടതാ. പേരാമ്പ്ര മാർക്കറ്റിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ട് നിയാസ് പറഞ്ഞ ഒരാളെ ഒരു തരത്തിലുള്ള വാർണിങ്ങും ഒരു തരത്തിലുള്ള സൈറണും ഒരു തരത്തിലുള്ള ഇൻഫോർമേഷനും ഇല്ലാതെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് എറിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരന് സംഭവിച്ച പരിക്കിൻ്റെ ആഘാതമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പോലീസ് അവിടെ പറയുന്നതും CPM പ്രചരണം നടത്തുന്നതും ഞങ്ങൾ പേരാമ്പ്രയിൽ, ഞാനും DC പ്രസിഡന്റും പേരാമ്പ്രയിൽ പോയതെന്തോ സംഘർഷം ഉണ്ടാക്കാനെന്നുള്ളതാണ്. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ ഞാനൊരു വീഡിയോ അയക്കുന്നുണ്ട്, ആ വീഡിയോ നിങ്ങൾ ഒന്നെടുത്ത് നോക്ക്. ഞങ്ങൾ രണ്ടാൾ അവിടെ ചെന്നിട്ട് അവിടുന്ന് ആദ്യം പറയുന്നത് ഈ നാടിന്റെ സമാധാനത്തിനും താല്പര്യത്തിനും അല്ലെങ്കിൽ നാടിന്റെ താല്പര്യത്തിനു വേണ്ടിയുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. നിങ്ങൾ പോലീസിൽ നിന്ന് അകന്നു നിൽക്കണം, അവിടെ സംഘർഷം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളത് ഈ സംഘർഷമൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് അവിടെ ചെന്നെന്ന് പറഞ്ഞതാ. ഞങ്ങളത് എസ്കലേറ്റ് ചെയ്യാൻ പോയവരല്ല. ഞങ്ങൾ രാവിലെ വടകരയിലെ കൺവെൻഷൻ കഴിഞ്ഞ്, ഞങ്ങൾ നാദാപുരത്തെ കൺവെൻഷൻ കഴിഞ്ഞ്, കൊയിലാണ്ടിയിലെ കൺവെൻഷൻ കഴിഞ്ഞ് ശബരിമല ജാഥയുമായി ബന്ധപ്പെട്ട സമരത്തിൻ്റെ യോഗം പേരാമ്പ്രയിലെ ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്തതിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അതിൻ്റെ തലേ ദിവസം മുതൽ അവിടെ ഉണ്ടാവുന്ന പോലീസ് അട്രോസിറ്റീസിൻ്റെ കാരണം ഞാൻ ഒരു കാര്യം ചോദിക്കുക, ഞാൻ അവിടെ വന്നിട്ടാണ് സംഘർഷം ഉണ്ടായത്. ഞാൻ അവിടെ ചെല്ലാത്ത തലേ ദിവസം പോലീസ് അവിടെ നടത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തല്ലേ? 6 റൗണ്ട് ടിയർ ഗ്യാസും ഗ്രനേഡും അവിടെ പോലീസ് ഉപയോഗിച്ചത്. അവിടെ ഒരു കോളേജ് ഇലക്ഷൻ ജയിച്ചിട്ട് 25 വോട്ടിന് ചെയർമാൻഷിപ്പ് ജയിച്ച 3 തവണയാണ് കോളേജിനകത്ത് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇത് എണ്ണിക്കുന്നത്. എന്ന് വെച്ചാൽ ജയിച്ചതിൻ്റെ ഒരു പ്രകടനം പോലും ടൗണിലേക്ക് ഇറങ്ങരുതെന്നുള്ള പിടിവാശി. ആ പ്രകടനം അന്ന് നടത്താൻ സമ്മതിച്ചില്ല. പിറ്റേ ദിവസം പെർമിഷൻ എഴുതി കൊടുത്ത് പിറ്റേ ദിവസം പെർമിഷൻ നടത്താൻ പ്രകടനം നടത്താൻ സമ്മതിക്കുന്നില്ല. അവിടെ അന്നും CPM പ്രകടനം നടത്തുന്നു, പിറ്റേ ദിവസം പ്രകടനം നടത്തുന്നിട്ട് FIR എഴുതി വെച്ചിരിക്കുകയാണ് 500ഓളം LDF പ്രവർത്തകർ പ്രകടനം നടത്തി പിരിഞ്ഞുപോയി. UDF പ്രകടനം നടത്തുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാവുന്നു, പിന്നെ നടയാത്രക്കാർക്ക് തടസ്സം ഉണ്ടാവുന്നു, അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നു, ജനങ്ങൾക്ക്. ഇത് തൊട്ട് മുമ്പ് അവരുടെ പ്രകടനത്തിന് ഇതൊന്നും ബാധകമല്ല. FIR-ൽ പോലും വല്ല പാർട്ടി സ്റ്റേറ്റ്മെന്റ്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന പോലെയല്ലേ പോലീസ് അവിടെ കാര്യങ്ങൾ ചേർത്തത്. ഞങ്ങളത് എസ്കലേറ്റ് ചെയ്യാൻ പോയതല്ല, പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഇനി പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ മർദ്ദനം എനിക്കേറ്റിട്ട് എൻ്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്ര മൃഗീയമായ ആക്രമണം ഏറ്റിട്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാപന്തരീക്ഷം ഞങ്ങൾ ആരെങ്കിലും സൃഷ്ടിച്ചോ? ഞാൻ ആ മർദ്ദനമേറ്റ ഉടനെ ആശുപത്രിയിലേക്ക് ഓടിപ്പോവാത്ത എന്തേന്ന് ചോദിച്ചു. എനിക്ക് മൂക്കിൻ്റെ പാലപ്പ് പൊട്ടിയെന്നൊന്നും അറിയില്ല, ചോര വരുന്നത് ഞാൻ അനുഭവിച്ചു, എനിക്ക് അറിയുന്നുണ്ട്, ബ്ലഡ് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സീനിൽ നിന്ന് ഓടിപ്പോയാൽ
അവിടെ പിന്നെ ഉണ്ടാവാൻ പോകുന്ന എല്ലാ സംഘർഷങ്ങളും അവിടെ അപകടം സൃഷ്ടിക്കുന്നുള്ളത് കൊണ്ട് അവിടെ പ്രവർത്തകരോട് പിരിഞ്ഞു പോകണം, ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു, ബാക്കി കാര്യങ്ങൾ നമ്മൾ പിന്നീട് ചെയ്യുമെന്നും പറഞ്ഞ ആളുകളെ പിരിച്ചുവിട്ടിട്ടാണ് ഞങ്ങൾ രണ്ടാൾ അവിടുന്ന് പോരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഇതുപോലൊരാൾക്ക് പരിക്ക് പറ്റിയിട്ടും പോലീസിന്റെ കയ്യിലിരിപ്പും കയ്യിലിരുന്ന് പൊട്ടിയതും ഉണ്ടായിട്ടുള്ള ഒരു പരിക്കല്ലാതെ ഒരു പോലീസുകാരന് പോലും അവിടെ അഡീഷണൽ ആയിട്ട് പരിക്കേറ്റോ? ഇന്നലെയൊക്കെ ചില പോലീസുകാരുടെ വിഷ്വലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. പ്രകോപനമായിരുന്നു നമ്മുടെ ഉദ്ദേശം എന്തെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സീൻ അവിടെ ഉണ്ടായോ? അപ്പം അവിടെ ആ നാടിൻ്റെ പേരാമ്പ്രയുടെ സമാധാനം കളയാതിരിക്കാനുള്ള ഇടപെടലാണ് ഞങ്ങൾ ആ ദിവസം നടത്തിയതെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അന്ന് ഒരു മാധ്യമ പ്രവർത്തകനോട് SP വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു മർദ്ദനം നടന്നിട്ടേ ഇല്ല, അല്ലേ? ഒരു മാധ്യമ പ്രവർത്തകനോട് SP വിളിച്ചിട്ട് പറഞ്ഞു ഒരു മർദ്ദനം നടന്നിട്ടേ ഇല്ല എന്ന്. അപ്പോഴത്തേക്കും വ്യാജ പ്രചരണങ്ങൾ ആരംഭിക്കുക. ആ വ്യാജ പ്രചരണങ്ങൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അവിടെ ലാത്തി ചാർജ് നടന്നു എന്ന് അറിയാഞ്ഞിട്ടൊന്നുമില്ല. ബോധപൂർവം ഈ ചർച്ചകളെല്ലാം വേറൊരു തരത്തിൽ വഴിതിരിച്ചു വിടാനുള്ള ഇവരുടെ അജണ്ടയായിരുന്നു. പി ജയരാജനെ പോലെ ആളുകൾ കൊണ്ടുവന്നിട്ട് ഇപ്പൊ മൂക്കിന്റെ പാലേ പോയിട്ടുള്ളൂ. കയ്യൂക്കുള്ള ആളുകൾ പോലീസും ഞങ്ങളും തമ്മിലുണ്ടായിട്ടുള്ള ഒരു സമരത്തിനിടെ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിന്റെ പുറത്ത് CPM റാലി നടത്തിയിട്ട് പ്രവർത്തകരോട് ബാക്കി അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നതിന്റെ റീസൺ എന്താ? എനിക്ക് അവരുടെ പ്രവർത്തകരെ ഓർത്തിട്ട് സഹതാപമുണ്ട്. സമരകാലത്തെ പറ്റി പറയുന്നവരും സമരവീര്യത്തെ പറ്റി പ്രസംഗിച്ചവരൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഭരണത്തിന്റെ സുഖലോലുപതക്ക് അടിമകളായിട്ട് മാറിയിരിക്കുകയാണ്. സമരമൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ അലർജിയും പുച്ഛമാണ്. സമരരംഗത്ത് വീഴുന്ന ചോരയോട് അവർക്കിപ്പോ പരിഹാസമാണ്. ഭരണം ആരുടെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നും അല്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്താനും ആഗ്രഹിക്കുന്നു. നാളെ ഏത് ഭരണം വന്നാലും പോലീസ് ആളുകളുടെ മുഖത്തേക്ക് ഗ്രനേഡ് എറിയുന്നതും തലതല്ലി പൊളിക്കാൻ ശ്രമിക്കുന്നതിനും യോജിപ്പില്ലാത്ത യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തി വന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. നാളെ ആർക്കും, കാരണം ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് പിന്നീടാണ് ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നത്. ഒരു കാലത്ത് തലയിലടിക്കാതിരിക്കാൻ പരിശീലനം ബെഹ്റയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത കൊടുത്ത ആളുകളാണ്. ഇപ്പൊ തലയും മുഖവും മാത്രം നോക്കി അടിക്കുകയും മുഖത്തേക്ക് ഗ്രനേഡ് എറിഞ്ഞ് പൊട്ടിക്കാനും ശ്രമിക്കുന്ന പോലീസിങ്ങിനെ ഈ സമരകാലം പറയുന്നവർ പിന്തുണക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് അപഹാസ്യമാണ്. അവരുടെ കഴിഞ്ഞകാല സമരങ്ങളിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ച് ഓർക്കും എനിക്ക് സാധാരണ അവരുടെ നേതൃത്വത്തിന്റെ അത്തരം നിലവാരങ്ങളെ പറ്റി. പിന്നെ മൂക്ക് പൊട്ടിയാൽ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഏതെങ്കിലും സൈബർ സഖാവ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു LDF കൺവീനറുടെ സ്ഥാനത്ത് നിന്നിട്ട് മൂക്ക് പൊട്ടിയാൽ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ജയരാജേട്ടൻ തന്റെ പരിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ എന്തായിരിക്കും മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അറിയാൻ എനിക്ക് കൗതുകമുണ്ട്. ഈ നേസൽ ബോൺ ഫ്രാക്ചർ റിഡക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ തടി മീശയൊക്കെ വടിക്കൽ നിർബന്ധമുണ്ടോ എന്നുള്ളത് ആരോഗ്യമന്ത്രിക്ക് ഏതെങ്കിലും ഒരു ENT ഡോക്ടറോട് വിളിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ജനറൽ അനസ്തീഷ്യ കൊടുക്കുന്ന ആളുകൾക്ക് ഇത് സർജറിക്ക് വേണ്ടിയിട്ടല്ലല്ലോ, അനസ്തീഷ്യയുടെ ട്യൂബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കാൻ താടി മീശയും തടസ്സമാവോ എന്നുള്ള സംശയം. ഇപ്പോഴത്തെ പുതിയ പിന്നെ ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളും ടേപ്പിംഗും ഒക്കെ നടത്താൻ അതൊരു തടസ്സമല്ല, അതിനുള്ള ടെക്നോളജി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ചോദിക്കാൻ ആരെങ്കിലും ഒക്കെ ഇവരുടെയൊക്കെ ബന്ധത്തിലും പരിചയത്തിലും ഡോക്ടർമാരായിട്ടും വിവരമുള്ളവരൊക്കെ ഉണ്ടാവില്ലേ? ഇനിയിപ്പോൾ വന്നിട്ട് സർജറി നടത്തേണ്ടത് എവിടെയാണെന്നും ആരാണെന്നും താടി പിടിക്കണോ മീശ പഠിക്കണോ എന്നൊക്കെ ഡോക്ടറല്ല AKG സെന്ററിൽ നിന്ന് എഴുതി തരണമെന്ന് പറയണോ ഞങ്ങൾ? അപ്പൊ അതൊന്നും അറിയാതെ പറയുന്ന വിഡ്ഢിത്തങ്ങളാണെന്ന് ധരിക്കരുത്. അറിഞ്ഞുകൊണ്ട് അത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ കൊള്ളയെ മറച്ചു വെക്കാനുള്ള അവരുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇത്തരം ക്രിമിനൽ പോലീസുകാരെ ഒരു വശത്ത് പിരിച്ചുവിട്ടു എന്ന് വലിയ അവകാശവാദം ഉന്നയിക്കുക, മറുവശത്ത് അവരെ രഹസ്യമായി റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് CPMന്റെ ഗുണ്ടകൾ എടുക്കുന്ന പണി പോലീസിനകത്തുനിന്ന് എടുക്കാൻ ഏൽപ്പിക്കുക. എന്നിട്ട് അവരാ ഗുണ്ടാ പണി ഉപയോഗിച്ചിട്ട് ഞങ്ങളെയൊക്കെ മർദ്ദിച്ചില്ലാതാക്കിയാൽ ഞങ്ങൾ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനോ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നതിനോ ഒരു തടസ്സമുണ്ടാവുമെന്നാണ് ആരെങ്കിലും കരുതുന്നതെങ്കിൽ അതുണ്ടാവില്ല. ഞങ്ങൾ ജനപക്ഷത്ത് ഉറച്ചു നിന്ന് തന്നെ മുന്നോട്ട് പോകും. ജനങ്ങളുടെ വിഷയങ്ങൾ ഇനിയും ഏറ്റെടുക്കും.
ആശാവർക്കർമാരുടെ സമരത്തിനോട് ഇവർ കാണിച്ച അസഹിഷ്ണുത എത്ര വലുതാണെന്ന് നിങ്ങൾ കണ്ടതാണ് ഇന്നലെ. പ്രതിഷേധ സ്വരങ്ങളോടുള്ള ഇവരുടെ നിലപാട് എന്താണെന്നുള്ളത് കണ്ടതാണ്. എന്നിട്ട് അതിനൊരു കള്ളക്കേസ് ബോംബിന്റെ പേരിലുണ്ടാക്കുക. ഞാനൊരു കാര്യം പറയാം, അവിടെ അയ്യന്റെ സ്വർണം ചെമ്പായി മാറിയതുപോലെ ഇവിടെ പോലീസിന്റെ ഗ്രനേഡ് ഞങ്ങളുടെ കയ്യിലുള്ള ബോംബാക്കി മാറ്റാനുള്ള കള്ളക്കഥയും ജനങ്ങൾ കയ്യോടെ പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ 10-ാം തീയതി പൊട്ടിയ ബോംബിന്, മറ്റേ എഫ്ഐആർ എടുത്ത് 10-ാം തീയതി പൊട്ടിയ ബോംബിന് 13-ാം തീയതി ഒരു കഥയുണ്ടാക്കിയിട്ട് എഫ്ഐആർ ഇട. ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ ഭാവനയാണ് പോലീസിന്റെ എഫ്ഐആർ സ്റ്റേറ്റ്മെന്റിൽ വരേണ്ടത്. അവരുടെ തിരക്കഥയാണോ എഫ്ഐആറിൽ വരേണ്ടത്? 10-ാം തീയതി അവിടെ ഒരു ബോംബ് പൊട്ടിയ നിങ്ങൾ മാധ്യമപ്രവർത്തകർ, പേരാമ്പ്രയിൽ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ ഇവിടെ ഉണ്ട്, നിങ്ങൾ അറിയാതിരിക്കുവോ? പോലീസ് അറിയാതിരിക്കുവോ? ഒരു ബോംബിന്റെ ഇൻസിഡന്റ് ഒരു സമരരംഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഫോടക വസ്തു ഒരു സമരരംഗത്ത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പോലീസ് 3 ദിവസം മൗനം പാലിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആളുകളുടെ ലോജിക്കിനെ വെല്ലുവിളിക്കുകയാണ് ഇവർ, സാമാന്യ യുക്തിയെ. ഇപ്പൊ എഫ്ഐആർ ഒക്കെ ഇപ്പം ഡിവൈഎഫ്ഐ നേതാക്കന്മാരാണ് എഴുതി കൊടുക്കുന്നത്. അവരുടെ തിരക്കഥയും ഭാവനയുമാണ് എഫ്ഐആർ ആയിട്ട് വരുന്നത് പോലീസിന്റെ. നിങ്ങൾ ഇനി വേറെ കാര്യം, എന്നിട്ട് അതിന് വ്യാപകമായ അറസ്റ്റും റെയ്ഡും രാത്രി 2 മണിക്കും 3 മണിക്കും കുട്ടികളും സ്ത്രീകളും ഉള്ള വീടുകളിലേക്ക് അതിക്രമിച്ച് കയറുക, റൂമിനകത്ത് കയറുക, ബെഡ്റൂമിനകത്ത് കയറുക, 1 വയസ്സും 1.5 വയസ്സുള്ള കുട്ടികൾ കടന്നുറങ്ങുന്ന റൂമിന്റെ വാതിലുകൾ തല്ലിപ്പൊളിക്കുക, വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച 5-8 സഹപ്രവർത്തകരെ, നിരപരാധികളായ പോലീസ് പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്ന് 3 ദിവസം റിപ്പോർട്ട് ചെയ്യാത്തൊരു ഇൻസിഡന്റിന്റെ പേരിൽ പിന്നെ നടന്ന ചില പരിശോധനാ നാടകങ്ങൾക്ക് ഒടുവിൽ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുക. ഞാൻ വേറെ 2 കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മാസം 4-ാം തീയതി റിസൾട്ട് വന്ന ശേഷം ജൂൺ 8-ന് ബാബു എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ ഒരു ബോംബ് എറിഞ്ഞു. മണിയൂർ വിഷ്ണു എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, എൻ്റെ അച്ഛൻ ബാബു എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലൊരു ബോംബ് എറിഞ്ഞു. 8-ാം തീയതി പുലർച്ചെയാണ് ബോംബ് എറിയുന്നത്. 8-ാം തീയതി രാത്രി തന്നെ പോലീസ് എഫ്ഐആർ ഇട്ടു. 8-ാം തീയതി വൈകിട്ട് തന്നെ പോലീസ് എഫ്ഐആർ ഇട്ടു. വീട്ടിലേക്ക്, കുഞ്ഞു കിടന്നുറങ്ങുന്ന വീട്ടിലേക്ക് ബോംബ് എറിഞ്ഞിട്ട് സബ്സ്റ്റൻസും എവിഡൻസും മുഴുവൻ കാര്യങ്ങളും ഉണ്ടായിട്ട് പോലീസ് എഫ്ഐആർ ഇട്ടു. ഇന്നേ വരെ 1 കൊല്ലവും മാസങ്ങളുമായി ഈ പോലീസ് ഒരാളെ പോലും, ഒരു വീടിനകത്തേക്ക് ബോംബ് എറിഞ്ഞിട്ട് ഒരാളെ പോലും ഈ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആ കേസിൽ പോലും അന്നത്തെ ദിവസം തന്നെ എഫ്ഐആർ ഇട്ടു. വേണോട്ട RMP പ്രവർത്തകനായ കക്കേട്ടിലെ പൊക്കേട്ടിന്റെ വീട്ടിലേക്ക് അതിന്റെ ശേഷം ബോംബെറിഞ്ഞു. അവരുടെ വീടിന്റെ ചില്ല് തകർന്ന് ഇത് അകത്തേക്ക് ചെന്നു. ഉള്ളിൽ വലിയ സ്ഫോടനം ഉണ്ടായി. ചെറിയ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന അവരുൾപ്പെടെയുള്ള ആളുകൾ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഓടി കട്ടിലിന്റെ അടിയിലൊക്കെ കൊളിക്കുന്ന തരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കുട്ടികൾ താമസിക്കുന്ന വീടിനകത്തേക്ക് ബോംബെറിഞ്ഞു. അന്ന് തന്നെ പോലീസ് എഫ്ഐആർ ഇട്ടു. 2 മണിക്ക് രാത്രി 2:42. വിവരം ലഭിച്ചത് 1:55. എഫ്ഐആർ ഇട്ടത് 2:42. എഫ്ഐആറിലുണ്ട്. ഇതുവരെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇവിടെ. ആ പോലീസാണ് 10-ാം തീയതി ബോംബ് എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് 13-ാം തീയതി ഒരു എഫ്ഐആർ ഉണ്ടാക്കിയിട്ട് ആ കഥക്കനുസരിച്ചിട്ട് ഞങ്ങളെയൊക്കെ അതിനകത്ത് പ്രതി ചേർക്കാൻ ആഗ്രഹിച്ച് 5-8 പേരെ ഇപ്പോൾ റിമാൻഡിൽ തള്ളിയിട്ടുള്ളത്, കള്ള കേസ് ഉണ്ടാക്കിയിട്ട്. ഇപ്പൊ ഈ കാര്യത്തിൽ നിരവധി പരാതികൾ ഞങ്ങൾ കൊടുത്തതാണ്, സമരങ്ങൾ ഞങ്ങൾ നടത്തിയതാണ്, IG-യെ കണ്ടതാണ്. എന്തേ ബോംബ് കേസിൽ പോലീസ് ആരെയും അറസ്റ്റ് രേഖപ്പെടുത്താതിരുന്നത്? അപ്പൊ പോലീസിന്റെ പണിയെടുക്കണം, അല്ലാതെ CPM-ന്റെ പോഷക സംഘടനയുടെ പണി പോലീസ് എടുത്താൽ അത് പേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലിരിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിന് തയ്യാറല്ല എന്ന് വിനയത്തോടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നാടകങ്ങൾ ഇതിന്റെ പിന്നിൽ നടത്തുന്ന ആളുകൾ, നിങ്ങളുടെ ശ്രദ്ധയെ ഇവർ നടത്തുന്ന കൊള്ളയിൽ നിന്ന് തിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല തട്ടിപ്പ് തന്നെയാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് പോകരുത്. CPM പ്രവർത്തകരോട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, വടകരയിലെ ജനങ്ങളോട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളൊരാളും വടകരയിലെ ജനങ്ങളുടെ സമാധാന ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു ഇടപെടലും നടത്താൻ ആഗ്രഹിച്ചിട്ടുള്ളവരല്ല, ആഗ്രഹിക്കുന്നവരല്ല, നാളെ ആഗ്രഹിക്കുകയുമില്ല, അങ്ങനെ ചെയ്യേയില്ല.
നിങ്ങളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പ്രവർത്തകരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പോലീസിന്റെ യഥാർത്ഥ മുഖം നിങ്ങളും തിരിച്ചറിയണം. ആരാണ് നാടിന്റെ സമാധാനത്തെ കെടുത്തുന്നത് നിങ്ങളും തിരിച്ചറിയണം. അവർക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് ഈ ഇൻസിഡൻസിന്റെ സത്യാവസ്ഥ പല ഘട്ടങ്ങളിലായി പുറത്തു കൊണ്ടുവന്നവരിൽ നിങ്ങളുമുണ്ട്. നിങ്ങൾ നടത്തിയ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തെ ഇതുപോലൊരു ചെറുപ്പക്കാരനെ ആക്കുന്ന ക്രൂരതയെ, പോലീസ് ക്രൂരതയെ, അതിന്റെ പേരിൽ ഒരു നടപടി എടുക്കാത്ത പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷനെ, അതിനാ നിലക്ക് തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ശക്തമായ രാഷ്ട്രീയം, നിയമപരമായ പോരാട്ടം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഈ എവിഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൈമാറാൻ പോവുകയാണ്. അതവിടെ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു കൗണ്ടർ സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുണ്ടാക്കിയ ബോംബ് ഉൾപ്പെടെയുള്ള കള്ളക്കേസുകൾ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്ന തെളിവുകളും ഞങ്ങൾ കൈമാറാൻ പോവുകയാണ്. ബോംബിന്റെ വിഷ്വൽ കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് നിങ്ങൾ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ അത് പുറത്തു വിട്ടതുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത്. ശേഷിക്കുന്ന കുറച്ചും കൂടെ കാര്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങളെ കണ്ട് മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കും. പിന്തുണയുമായി വന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് ഈ കള്ളപ്രചരണങ്ങൾക്കിടയിലും യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് പിന്തുണയ്ക്കുകയും ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്ത കേരളത്തിലെ ബഹുമാന്യരായ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും വടകരയിൽ ഏറ്റവും പ്രിയപ്പെട്ട ജനങ്ങൾക്കും UDFന്റെ ഊർജ്ജസ്വലരായിട്ടുള്ള സഹപ്രവർത്തകർക്കും ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർക്കും ഞാൻ നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ കൂടെ നമ്മളന്ന് കണ്ടൊരു കുറച്ച് ദൃശ്യങ്ങൾക്ക് ഒരു ചെറുപ്പക്കാരി പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ പോലീസിനോട് ഭയങ്കരമായി ആക്രോശിക്കുന്നു. ആക്രോശിക്കാത്തപ്പോ ഇതിന്റെ ഒരു ആസൂത്രണം അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടാണോ ഒരു സംശയം തന്നെ വരാൻ കാരണം. അങ്ങനെ ആക്രോശിക്കുന്ന ആ പയ്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനമാണെന്ന് തോന്നുന്നു. അദ്ദേഹം പേരമ്പറക്കാരനല്ല, അത് അതിന്റെ വിവരങ്ങൾ അന്വേഷിച്ചതിനെ കുറച്ചുകൂടി ദൂരത്തിൽ പൂമുല്യ കൊണ്ടുള്ള ഒരു പ്രദേശത്തിന്റെ ആളാണ്. ഇത് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പേരാമ്പറ സംരക്ഷണങ്ങൾക്ക് ഇത്രയും ദൂരത്തൊക്കെ ആൾക്കാർ വരുന്നു. അതിനുശേഷം ആ ദൃശ്യങ്ങൾ കയ്യിലേക്ക് സാധനം വരുന്നു, അത് പിന്നീട് അപ്പം പൊട്ടുന്നു, അതാണ് പോകുന്നത്. ഞാൻ കയ്യിലേക്ക് വരുന്ന സാധനം എന്താണെന്ന് അങ്ങനെ ലൈറ്റായിട്ട് പറഞ്ഞു പോകരുത്. അതൊരു സ്ഫോടക വസ്തു അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ആയിക്കോട്ടെ, ചോദിച്ചോളൂ. ഇത് വളരെ പെട്ടെന്നൊരു സമരമാണെങ്കിൽ എങ്ങനെ ഇത് ദൂരത്തേക്ക് ആൾക്കാർ അവിടെ പോലീസിനോട് ആക്രോശം നടത്തുന്നത് സാധാരണ ജനങ്ങൾക്കുള്ള ഒരു ചോദ്യമാണ്. ഒന്നാമത്തെ കാര്യം, ആ സമരം അവിടെ തലേ ദിവസം മുതൽ ഞാൻ പറഞ്ഞു, കോളേജ് ഇലക്ഷൻ ജയിച്ചത് മുതലുണ്ടാവുന്ന സംഘർഷങ്ങളാണ്. അതിന്റെ തലേ ദിവസം പോലീസ് ക്രൂരമായിട്ട് UDF പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് മർദ്ദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഷേധ പ്രകടനം അവിടുത്തെ UDF പ്രഖ്യാപിച്ചതും ആ പ്രതിഷേധ പ്രകടനം പോലീസിന്റെ പെർമിഷനോടുകൂടെ നടത്താൻ തീരുമാനിച്ചതാണ്. അത് അപ്പോൾ ഉണ്ടായ സമരമല്ല. ആ സമരത്തിന് അങ്ങനെ ഒരു സംഘർഷ ഉദ്ദേശങ്ങളില്ല. ആ സമരത്തിന്റെ ഒരു ഘട്ടത്തിലും ഒരു സംഘർഷം നടന്നിട്ടുമില്ല. പ്രകടനത്തിന് അനുമതി കൊടുത്ത സ്ഥലത്തേക്ക് പ്രകടനം CPMനെ നടത്താൻ അനുവദിക്കുകയും ഞങ്ങളുടെ പ്രകടനം മാത്രം വഴിയിൽ തടയുകയും ചെയ്തപ്പോഴാണ് പോലീസുമായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായത്. ആ ഘട്ടത്തിൽ പോലും പോലീസിന് പരിക്കേൽക്കുന്ന തരത്തിൽ ആക്രോശിച്ചു എന്നൊക്കെ സമരത്തിൽ ആക്രോശിക്കുന്നതൊന്നും ഇപ്പൊ ആദ്യത്തെ കാര്യമല്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആക്രോശിച്ചു എന്ന് പറയുന്നു. ഇനി അത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുമ്പോൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലാത്തി ചാർജും മർദ്ദനത്തിനും എല്ലാം ശേഷമാണ് അവിടെ ടിയർ ഗ്യാസും ഗ്രനേഡും ഇതൊക്കെ അവിടെ ഉണ്ടായത്. അതിന്റെ മുമ്പ് അവിടെ ഒരു പൊട്ടിത്തെറിയും നടന്നിട്ടില്ല, അവിടെ ഒന്നും നടന്നിട്ടില്ല. ഇനി അതൊക്കെ പോട്ടെ, ഞാൻ പറയുന്നത് നിങ്ങൾ കണക്കിലാക്കണ്ട. അവിടുത്തെ റൂറൽ SP പറയുന്നതിന്റെ വിഷ്വൽ നമ്മൾ കണ്ടതാണല്ലോ. ബോധപൂർവം പോലീസിലെ ചില ആളുകൾ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് വടകര റൂറൽ SP പറയുന്ന സ്റ്റേറ്റ്മെന്റിനേക്കാൾ കൂടുതൽ പോലീസാണ് അവിടെ പ്രകോപനം ഉണ്ടാക്കിയതെന്ന് പറയാൻ വേറെ എന്ത് തെളിവാ വേണ്ടത്? യു ഹാവ് സീൻ ദ വിഷ്വൽ. അപ്പൊ അതിനെ മറിച്ച് പിന്നെ എല്ലാ ചോദ്യങ്ങളും അതിനെ ഡയലൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളാണ്. ഞങ്ങൾ പറയുമ്പോൾ അത് പൊളിറ്റിക്കലാണെന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷെ വടകര റൂറൽ SP ആണ് പറയുന്നത് ഞങ്ങൾ അവിടെ അങ്ങനെ ഒരു ലാത്തി ചാർജ് ചെയ്യേണ്ട സീനേ ഉണ്ടായിട്ടില്ല, ലാത്തി ചാർജ് ചെയ്യാനുള്ള നിർദ്ദേശമില്ല, ഓർഡർ ഇല്ല, ലാത്തി ചാർജ് നടന്നിട്ടില്ല, വാർണിംഗ് കൊടുത്തിട്ടില്ല, സൈറൻ കൊടുത്തിട്ടില്ല. പക്ഷെ പോലീസിലെ ചില ആളുകൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു, അടിച്ചു എന്ന് വടകര റൂറൽ SP പറയുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക.
ഒരു കയ്യിൽ ഗ്രനേഡ്, ഒരു കയ്യിൽ ലാത്തിയും. ഡിവൈഎസ്പിയുടെ കയ്യിലുള്ള ലാത്തി മറ്റേ ചൂരല്ലാത്തിയായിരുന്നു. തിരിച്ചറിയാനുള്ള എളുപ്പത്തിന് ഞാൻ പറയാം. ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ലാത്തിയും വെച്ചിട്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ആളുകളെ തല്ലാൻ നോക്കുക. FIR-നകത്ത് വരെ പറയുന്നുണ്ട് ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ചില ആളുകൾ എന്നവർ പറയുന്നുണ്ട്. ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ DYSP എന്തിനാ ഗ്രനേഡ് കയ്യിൽ കൊണ്ടു നടക്കുന്നത്? ആ ഓർഡർ പരിശീലനത്തിന് ഗ്രനേഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി കയ്യിലുണ്ടെങ്കിൽ DYSP എന്തിനാ? പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് പോലീസിന്റെ കയ്യിൽ പിന്നെ ഗ്രനേഡ് ഉണ്ടാവൂലേ? പോലീസിന്റെ കയ്യിൽ ഗ്രനേഡ് ഉണ്ടാവണം. ആ പോലീസിന് എക്സ്ക്ലൂസീവായി ഗ്രനേഡിൽ പരിശീലനം കൊടുത്ത ആളുകൾ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. DYSP ഹരിപ്രസാദിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് പാർട്ടിയുടെ കൈവശമുണ്ടായിരുന്ന ഗ്രനേഡ്, പിന്നെ ബലം പ്രയോഗിക്കുന്ന അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന് ഉപയോഗിക്കുന്നതിനായി കൈവശം വെച്ച ഗ്രനേഡ് ജനക്കൂട്ടവുമായുള്ള ബലപ്രയോഗത്തിലൂടെ പിന്ന് ലൂസായി താഴെ വീണ് ഊരിപ്പൊട്ടിയതിൽ ഹരിപ്രസാദിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നുണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുക. അപ്പൊ ഗ്രനേഡ് പാർട്ടിയുടെ കയ്യിലല്ല, ഹരിപ്രസാദിന്റെ കയ്യിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത്. ജനക്കൂട്ടമായിട്ടുള്ള തിക്കും തിരക്കും അല്ല. ഇത് കയ്യിൽ വെച്ച്, ലാത്തിയും കയ്യിൽ വെച്ച് അതുകൊണ്ട് പിന്നെ മർദ്ദിക്കാനും ശ്രമിക്കുക. എന്നിട്ട് അതിനകത്ത് പോലീസിന്റെ വീഴ്ചയില്ലെങ്കിൽ, പോലീസ് 16-ാം തീയതി ഇറക്കിയ സർക്കുലർ എന്താ? എല്ലാ STPOസിനും SHOസിനും കോഴിക്കോട് കൺട്രോൾ റൂമിനും വടകര DHQനും ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ളത്. വടകരയിലെ രാവിലെ 7 മണി മുതൽ ഗ്രനേഡ് ത്രോയിങ് പ്രാക്ടീസായി DHQയിൽ താഴെ കാണിച്ച സമയങ്ങളിൽ ഓരോ സബ് ഡിവിഷനിൽ നിന്നും എത്തിച്ചേരാൻ ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നു എന്ന് വെച്ചാൽ ഇത് മര്യാദക്ക് എറിയാൻ ഇവന്മാർക്ക് അപ്പൊ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലായിട്ട് ഇൻസിഡന്റിന് ശേഷം ഇത് പരിശീലിപ്പിക്കാൻ സർക്കുലർ ഇറക്കുന്ന പോലീസ് അവരെടുത്ത് വീഴ്ച പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ബോംബ് എറിഞ്ഞിട്ടാണ് ആർക്കെങ്കിലും പരിക്കേറ്റതെങ്കിൽ ഇങ്ങനെ ഒരു സർക്കുലർ കേരളത്തിന്റെ പോലീസ് ഇറക്കേണ്ട കാര്യമുണ്ടോ? കോഴിക്കോട്ടെ പോലീസ് ഇറക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഈ ഗ്രനേഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് കൊണ്ടുവരുന്നവരെന്തിനാ? ഇനി ഗ്രനേഡും ടിയർ ഗ്യാസും, ഞാൻ നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്തും സെക്രട്ടേറിയറ്റിലും അസംബ്ലിയിലും എല്ലായിടത്തും സമരങ്ങളിൽ പങ്കെടുത്തു. പല കളക്ടറേറ്റിലും കേരളത്തിലെ KSU സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് സമരങ്ങൾ കാണുന്നവനും അല്ല, ആദ്യമായിട്ട് സമരങ്ങളിൽ പങ്കെടുക്കുന്നവരും അല്ല. ഒരു ഗ്രനേഡ് എറിയുന്നതിന് മുമ്പുള്ള വാണിംഗ് എന്തൊക്കെയാണ്? ടിയർ ഗ്യാസ് എറിയുന്നതിന് മുമ്പുള്ള വാണിംഗ് എന്തൊക്കെയാണ്? ടിയർ ഗ്യാസ് എറിയുന്നതിന്റെ മുമ്പ് ഗ്യാപ്പും സമരക്കാരുടെയും പോലീസിന്റെയും ഇടയിലുള്ള ഗ്യാപ്പിലേക്കാണ് സാധാരണ അത് എറിഞ്ഞ് ആളുകളെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിന് പകരം പരിക്കേൽപ്പിക്കാൻ ബോധപൂർവം ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് തലയിലേക്കും മുഖത്തേക്കും എറിയുന്ന ക്രൂരത പിണറായി വിജയന്റെ പോലീസ് കാണിക്കുന്നതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇത് നിങ്ങൾ കാണുക, കയ്യിൽ ഗ്രനേഡ് വെച്ചിട്ട് ലാത്തിയും വെച്ചിട്ടാണ് അടിക്കുന്നത്. ഇനി ഈ കക്ഷി ആശുപത്രിയിൽ വന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യം, അത് നിങ്ങൾ കണ്ടു കാണും, അത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു. അതെവിടെ? ഈ DYSP ഹരിപ്രസാദ് ആശുപത്രി വന്നപ്പോൾ ഉടനെ ചോദിക്കുക, എന്തായി MP അഡ്മിറ്റ് ആയോ? അയാൾ ആശുപത്രിയിലാണ്. അപ്പൊ MP അഡ്മിറ്റ് ആക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പൊ എനിക്ക് പരിക്കേറ്റിട്ടില്ല, എനിക്കൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ പ്രചരണം നടത്തിയിരുന്ന ആളുകൾ അവര് തിരിച്ചറിയുന്ന അവിടുത്തെ DYSP തന്നെ ചോദിക്കുന്നത് എന്തൊക്കെയാ സ്ഥിതി, MP അഡ്മിറ്റ് ആയോ? അപ്പൊ അത് എത്ര പ്ലാൻഡ് ആയിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളത്. അവിടെ പോലീസ് സംഘർഷം ഇല്ലാതാക്കാനല്ല ശ്രമിച്ചത്. എന്നോട് അവിടുത്തെ DYSP പറഞ്ഞത്, പ്രകടനത്തിന് പെർമിഷൻ ഉണ്ടെങ്കിലും അപ്പുറത്തേക്ക് പോയ അവിടെ 19 CPM-കാർ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്, അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല, അതുകൊണ്ട് ഈ പ്രകടനം നിർത്തിപ്പോണം എന്നുള്ളത്. അവരുടെ കയ്യിൽ ആയുധമുണ്ട്. ബിൽഡിങ്ങിന്റെ മേലെന്നൊക്കെ എന്നോട് നേരിട്ട് പറയാം, ബിൽഡിങ്ങിന്റെ മേലെന്നൊക്കെ എന്താ അവർ ചെയ്യാന്ന് പറയാൻ പറ്റില്ല എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് വന്നിട്ട്, DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് വന്നിട്ട് പറയാം, DCC പ്രസിഡന്റിനോട്. അതുകൊണ്ടാണ് ഇത്ര ഞങ്ങളുടെ പ്രകടനം അനുവദിക്കാത്തത്. അപ്പൊ അവിടെയുള്ള ഈ പോലീസുകാരെല്ലാവരും ഇപ്പുറത്തുള്ള പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 700 ആളോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളോ
അവരെ തടയുന്നതിന് പകരം ആയുധം ഉണ്ടെന്ന് അവർ പറയുന്ന, അക്രമം നടത്തുമെന്ന് അവർ പറയുന്ന CPM പ്രവർത്തകരെ അവിടെ നിന്ന് പിരിച്ചുവിടാനല്ലേ ശ്രമിക്കേണ്ടത്? അവിടെ ഒറ്റ CPM കാരുണ്ടായിരുന്നില്ല എന്നൊക്കെ ചില ഭരണവിലാസം യുവജന സംഘടനകളുടെ ആളുകൾ വലിയ വായിൽ കരയുന്നൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ പോലീസിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പോലീസ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. FIR-ൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അവരുടെ പ്രകടനത്തെ സംബന്ധിച്ച്. നിങ്ങൾ ആലോചിക്കുക. ഇനി അടിച്ച പോലീസുകാരൻ ആരാണ്? നിങ്ങൾ ഒരാൾ ഫുൾ സ്ലീവ് മടക്കി വെച്ചിട്ട് ഒരു പോലീസുകാരൻ അടിക്കുന്നത് നിങ്ങൾ കണ്ടു, അതിൻ്റെ പുറകിലെ വിഷ്വൽ നിങ്ങൾ കണ്ടു, അതിൻ്റെ ഹെൽമെറ്റിൻ്റെ കളർ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് അയച്ച വീഡിയോയിലുണ്ട്. ഇനി അതിൻ്റെ ഫ്രണ്ട് വിഷ്വൽ, നേരത്തെ അടിച്ചതിൻ്റെ ഫ്രണ്ട് വിഷ്വലും നേരത്തെ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് ഗ്രൂപ്പിൽ ഒന്നും കൂടി അയക്കാം. ആ പോലീസുകാരനെ സൂം ചെയ്യുമ്പോൾ കാണുന്നത് ഈ മുഖമാണ്. ഈ മുഖമാണ് ആ പോലീസുകാരനെ സൂം ചെയ്യുമ്പോൾ കാണുന്നത്. നിങ്ങളുടെ ഫോണുകളിലേക്ക് അതിന്റെ വീഡിയോയും മറ്റു ഡീറ്റെയിൽസും എല്ലാം അയച്ചു തരാം. ഇനി ഇതിന്റെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കാം. ഞാൻ രണ്ടാമത് പോലീസിന്റെ അടുത്ത് ചെന്നിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഞാനും DCC പ്രസിഡന്റ്, ഞാൻ പ്രവർത്തകരോട് പറഞ്ഞു ഒരാളും പ്രൊവോക്ഡ് ആവരുത്. അപ്പൊ നിങ്ങളെ അടിച്ച് MP അടിച്ച് ഞാൻ പറഞ്ഞു അത് നമുക്ക് ലീഗലി അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും, നിങ്ങളൊരാളും പ്രൊവോക്ഡ് ആവരുത്. ഞാൻ അപ്പോഴും രണ്ടാമത് പരിക്കേറ്റ് നിൽക്കുമ്പോഴും ഞാൻ അതാണ് അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രൊവോക്ഡ് ആവരുത്, ഇത് ലീഗലി കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും, ജനങ്ങളുടെ മുമ്പിൽ ഇത് എക്സ്പോസ് ചെയ്യാൻ നമുക്ക് സാധിക്കും, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പോയി സംസാരിക്കാം, നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് പ്രവർത്തകരെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ മുൻനിരയിൽ നിൽക്കുന്ന ഒരുത്തനോട് ഞാൻ ചോദിച്ചു, താനല്ലേ എന്നെ മർദ്ദിച്ചതെന്ന് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അയാൾ അപ്പം എത്ര ആളുകളുടെ ഇടയിൽ എന്നോട് പറഞ്ഞു, ഞാൻ ഇതിന്റെ മുമ്പിൽ ഉണ്ടായിട്ടേ ഇല്ല സാറേ, ഞാൻ ബാക്കിലാണ് നിന്നിരുന്നെന്നുള്ളത്. പിന്നെ ഞാൻ വിഷ്വല് പരിശോധിക്കുമ്പോഴും മുഖം കാണുമ്പോഴും ഞാൻ ആ ചോദിച്ച വ്യക്തി തന്നെയാണ് മുമ്പിൽ ഉണ്ടായിരുന്നതും മർദ്ദിച്ചതും അതിന് നേതൃത്വം നൽകിയതും എന്നുള്ളത്. അതിന്റെ വിഷ്വലും ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ ആരാണ് അടിച്ചതെന്ന് കണ്ടെത്താൻ പിണറായി വിജയൻ സർക്കാരിന്റെ പണിയെടുക്കാത്ത AI ടൂളിന്റെ ആവശ്യമൊന്നുമില്ല. 6 ഇഞ്ച് മൊബൈൽ സ്ക്രീനിൽ ആ വീഡിയോ 4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കുമ്പോൾ ഇത് അതിന്റെ ഫ്രണ്ട് വിഷ്വൽ നിങ്ങൾ കാണുക, അയാൾ മർദ്ദിക്കുന്നതിന്റെ ഫ്രണ്ട് വിഷ്വൽ. ഈ മർദ്ദിക്കുന്നത്, ഇനി മർദ്ദിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളൊരു അന്വേഷണം ഞങ്ങൾ നടത്തി. മർദ്ദിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളൊരു അന്വേഷണം ഞങ്ങൾ നടത്തുമ്പോഴാണ് ഇത് ബോധപൂർവമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഒന്നും കൂടെ വെളിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ഇന്ത്യൻ എക്സ്പ്രസിൽ തിരുവനന്തപുരത്ത് കേരളത്തിൽ വന്ന ഒരു വാർത്തയാണ്. ഇത് എല്ലാ മാധ്യമങ്ങളും, അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് എല്ലാ മാധ്യമങ്ങളും 2023 ജനുവരി മാസത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ്. ഈ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള ആളുകളെ മാഫിയ ബന്ധത്തിന്റെ പേരിൽ ജനുവരി 16 പോലീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള വാർത്തകളും അതിൻ്റെ ഓർഡറും നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ ഷെയർ ചെയ്യാം. 2-3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നു 2023 ജനുവരി 16. ആ വാർത്ത എടുക്കും. 2023 ജനുവരി 19 3 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്നുള്ള വാർത്തയാണ്. തിരുവനന്തപുരത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ 3 പോലീസുകാരെ പിരിച്ചുവിട്ടുകൊണ്ടാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു ഉത്തരവിറക്കിയിരിക്കുന്നത്. CI അഭിലാഷ് ഡേവിഡ്, പോലീസ് ഡ്രൈവർ ഷെറി S രാജ്, ട്രാഫിക് സ്റ്റേഷനിലെ പോലീസുകാരൻ റെജി ഡേവിഡ് എന്നിവരെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിൽ CI ആയ അഭിലാഷ് ഡേവിഡ് ഇപ്പോൾ നിലവിൽ റെയിൽവേ പോലീസ് CI ആയിരുന്നു. ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ ഇപ്പോൾ സസ്പെൻഷനിലാണ്. CI അഭിലാഷ് ഡേവിഡ് ശ്രീകാര്യം SHO ആയിരിക്കുമ്പോൾ ലൈംഗിക പീഡന കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്നുള്ള ആരോപണം, ആ ആരോപണത്തിന്റെ പേരിലാണ് ഇപ്പോൾ സേനയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 3 പോലീസുകാരെ പിരിച്ചുവിട്ടു. ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ്, ഡ്രൈവർ ഷെറി S രാജ്, CPO റെജി ഡേവിസ് എന്നിവർക്കെതിരെയാണ് നടപടി. നിങ്ങൾ ആലോചിക്കുക, ഈ പിരിച്ചുവിട്ട ഗുണ്ടാബന്ധത്തിന്റെ പേരിലും ഗുരുതരമായ കേസുകൾ ഒതുക്കി തീർത്തതിന്റെ പേരിലും ആദ്യം സസ്പെൻഡ് ചെയ്യപ്പെട്ട, പിരിച്ചുവിട്ടു എന്ന് ടൈംസിന്റെ ഇതിന്റെയൊക്കെ വാർത്ത, പിന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്ത.
ഈ പറയുന്ന റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് അണ്ടർ സസ്പെൻഷൻ ഫോർ ബീങ് ഇൻ ടച്ച് വിത്ത് ലാൻഡ് മാഫിയ വാസ് ഡിസ്മിസ്ഡ് ഓവർ ലാപ്സ് ഇൻ എ റേപ്പ് കേസ് പ്രോബിറ്റ് വൈൽ ഹി വാസ് പോസ്റ്റഡ് ആസ് ഇൻസ്പെക്ടർ അറ്റ് ശ്രീകാര്യം സ്റ്റേഷൻ. പിരിച്ചുവിട്ടുന്ന ഇന്ത്യൻ എക്സ്പ്രസ്സിലെ 3 പോലീസുകാരെ പിരിച്ചുവിട്ടുന്ന കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും, ഇത് 24-ലും മാതൃഭൂമിയും ഏഷ്യാനെറ്റും മനോരമയും മറ്റെല്ലാ ചാനലുകളും ന്യൂസ് 8-നും പ്രിന്റ് മീഡിയയും എല്ലാവരും തിരുവനന്തപുരത്ത് 3 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന വാർത്തയാണ്. ഇനി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ ഇത് പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരാവകാശ പ്രകാരം ഒരു വാർത്ത പുറത്തു നിങ്ങൾ കണ്ടു. പിരിച്ചുവിട്ട പോലീസുകാരുടെ ഡീറ്റെയിൽസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് വിവരാവകാശ പ്രകാരം കൊടുക്കുന്നത്. വിവരാവകാശത്തിന്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരുന്നു. എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്ന് അറിയോ? പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാ, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാ, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. CI അഭിലാഷ് ഡേവിഡ് എന്ന CPMന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഭിലാഷ് ഡേവിഡ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.